കൊല്ലം അഞ്ചാലുമൂട് GHSSൽ അധ്യാപകൻ +2 വിദ്യാർത്ഥിയെ മർദ്ദിച്ചെന്ന പരാതിയിൽ പോലീസ് ഒടുവിൽ കേസെടുത്തു. PT അധ്യാപകൻ റാഫിക്കെതിരെയാണ് അഞ്ചാലുമൂട് പോലീസ് കേസെടുത്തത്. വിദ്യാർത്ഥിയെ തടഞ്ഞുവെച്ച് താക്കോൽ കൊണ്ട് മർദ്ദിച്ചുവെന്നാണ് കേസ്. വിവരങ്ങളുമായി മനോജാണ് ചേർന്നത്. മനോജ്, ഇപ്പോൾ അധ്യാപകനെതിരെ കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇദ്ദേഹത്തെ കൂടുതൽ ചോദ്യം ചെയ്യൽ വിധേയമാക്കുന്നുണ്ടോ? എന്താണ് തുടർ നടപടികൾ? രാഖി, കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് സംഭവം. ഈ സ്കൂളിൽ വെച്ച് വിദ്യാർത്ഥിയും അധ്യാപകനും തമ്മിൽ തർക്കമുണ്ടാകുന്നു. തുടർന്ന് ഈ വിദ്യാർത്ഥിയെ പിടിച്ചു തള്ളുകയും അതിനുശേഷം താക്കോൽ കൊണ്ട് മർദ്ദിച്ചുവെന്നുമാണ് പരാതി. ഇതിൽ കുട്ടിയുടെ മുഖത്തൊക്കെ പരിക്കേറ്റിട്ടുണ്ട്. തുടർന്ന് അഞ്ചാലുമൂട് പോലീസിന് നൽകിയ പരാതിയിന്മേലാണ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ തന്നെ മറ്റൊരു കാര്യം, ബാലാവകാശ കമ്മീഷനൊക്കെ പരാതി നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അധ്യാപകനെ സ്കൂളിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് PT അധ്യാപകനായിട്ടുള്ള മുഹമ്മദ് റാഫിയാണ് ഈ വിദ്യാർത്ഥിയെ മർദ്ദിച്ചത്. തുടർന്നാണ് ഈ മുഹമ്മദ് റാഫിക്കെതിരെയുള്ള നടപടി ഉണ്ടാകുന്നത്. ഇപ്പോൾ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതേസമയം തന്നെ മറ്റൊരു കാര്യം, ഈ വിദ്യാർത്ഥിയെയും സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുള്ളതായാണ് വിവരം ലഭിക്കുന്നത്. അതായത് ഈ അധ്യാപകൻ പരാതി നൽകി, അല്ലെങ്കിൽ പ്രിൻസിപ്പലിന്റെ പരാതിയിലൊക്കെയാണ് നടപടി എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അതിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. കാരണം ഒരു PT അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയുടെ മുഖത്തിടിച്ച് പരിക്കേൽപ്പിച്ച് ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ് പരാതി. ആ കുട്ടിയുടെ കുടുംബം പോലീസ് സ്റ്റേഷനിലും ബാലാവകാശ കമ്മീഷനിലും നൽകിയ പരാതിയിന്മേലാണ് നടപടി. അതേസമയം തന്നെ ഈ വിദ്യാർത്ഥിയെ കൂടെ സ്കൂളിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. എന്തായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധം ഈ വിഷയത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതേസമയം തന്നെ ഈ സംഭവം മറ്റ് കാര്യങ്ങളും പറയുന്നുണ്ട്. അതായത് ഒരു പെൺകുട്ടിയുടെ പേരുൾപ്പെടെ പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യാപകൻ ഈ പല പ്രചരണങ്ങളും നടത്തുന്നത്. അത്തരത്തിലൊരു വിഷയത്തിലാണ് താൻ പ്രതികരിച്ചത് എന്നുള്ള രീതിയിൽ. എന്തൊക്കെയായാലും ഈ അധ്യാപകനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. നേരത്തെയും പല സംഭവങ്ങളിലും ഈ അധ്യാപകൻ ഉണ്ടായിരുന്നു എന്നുള്ളതും പറയുന്നുണ്ട്. എന്തായാലും ഈ +2 വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ച ആ ദൃശ്യങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ആ കുട്ടിയുടെ മുഖത്ത് നല്ല രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട്. അതേ തുടർന്നാണ് നടപടി ഉണ്ടായിട്ടുള്ളത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം തുടരുകയാണ്. ഈ കുട്ടിയുടെ പരാതിയിലാണ് ആദ്യം നടപടി ഉണ്ടാകുന്നത്. പിന്നീട് ഈ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഈ അധ്യാപകനെ വിളിപ്പിച്ചെങ്കിലും, മൊഴിയെടുക്കുവാനായി വിളിപ്പിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അതോടൊപ്പം തന്നെ ഈ അധ്യാപകൻ സ്റ്റേഷനിൽ എത്തിയതുമില്ല. ഇപ്പോൾ അധ്യാപകനെതിരെയുള്ള മറ്റ് നടപടിക്രമങ്ങൾ തുടർന്നു വരികയാണ്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം, അതായത് ശിശുക്ഷേമ വകുപ്പ് ഉൾപ്പെടെ ഈ സ്കൂളിലേക്ക് എത്തി മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും അധ്യാപകനെതിരെ കർശന നടപടി ഉണ്ടാകാനാണ് സാധ്യത. അതേസമയം തന്നെ ഉയർന്ന ചോദ്യം, എന്തുകൊണ്ട് വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ്. അഞ്ചാലുമൂട് സ്കൂൾ അധികൃതർക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധവും ഉയരുന്നുണ്ട്. കാരണം ഒരു സംഘർഷമുണ്ടായി, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് മർദ്ദനമേറ്റു, ആ കുട്ടിയെ സ്കൂളിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് എന്നുള്ളതൊക്കെയാണ് ഈ അധികൃതർ നൽകുന്ന വിവരം. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങളും ആവശ്യമാണ്. ആ സ്കൂളിൽ നിലവിലുള്ള സാഹചര്യം എന്താണെന്ന് പരിശോധിക്കേണ്ടി. ശരി മനോജ്, കൊല്ലം അഞ്ചാലുമൂടാണ് +2 വിദ്യാർത്ഥിയെ അധ്യാപകൻ മർദ്ദിച്ചത്. ഈ സംഭവത്തിൽ അധ്യാപകനെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. PT അധ്യാപകൻ റാഫിക്കെതിരെയാണ് നടപടി ഉണ്ടായത്. അഞ്ചാലുമൂട് പോലീസാണ് കേസെടുത്തത്. ഈ വിദ്യാർത്ഥിയെ തടഞ്ഞു വെച്ച് താക്കോൽ കൊണ്ട് മർദ്ദിച്ചു എന്നതാണ് കേസ്. എന്തായാലും ഗുരുതരമായ ആക്ഷേപമൊക്കെ അധ്യാപകന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇത്രയേറെ ക്രൂരമായ ഒരു വിദ്യാർത്ഥിയെ മർദ്ദിക്കാമോ എന്നുള്ളതാണ് ചോദ്യം. മനോജാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.